ഹായ്, വെൽക്കം ബാക്ക്. മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് എൻ്റെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു മിറാക്കിളാണ്. ഈ അടുത്തായിട്ട് സംഭവിച്ച ഒരു മിറാക്കിൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എൻ്റെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞിട്ട് രാത്രിയിൽ മൈലാഞ്ചി കല്യാണം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ പോയ ശേഷം ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു DJ നൈറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു DJ നൈറ്റിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് ഒരു കളറിങ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ ഒരു വൈബ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പുകയൊക്കെ വന്നിട്ടുള്ള ഒരു കളറിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു ശ്വസിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടി ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ എങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫാമിലിയിലുണ്ട് തന്നെ ഒരു കുട്ടി, ഒരു 10 വയസ്സായ കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ആളിങ്ങനെ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉമ്മൻ്റെ അടുത്ത് വന്നു. തല എന്തെല്ലോ ആണെന്ന് പറഞ്ഞു. എനിക്ക് കണ്ണ് കാണുന്നില്ല ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉമ്മൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് കുട്ടി അബോധാവസ്ഥയിലാവുന്നതാണ്. ഈ ഉമ്മാൻ്റെ സൗണ്ടിൽ എന്ത് പറ്റി എന്തെന്നൊന്നും ആർക്കാണ് എന്താണ് എന്നൊന്നും നമ്മൾക്ക് അറിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ തടിച്ചു കൂടിയിട്ട് കളിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഉണ്ടാവുന്ന ഒരു സമയത്ത് ഒരു സങ്കടം വരുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് അബോധാവസ്ഥയിലായി. കുഞ്ഞിക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. കുട്ടി ആ ഒരു പുകയും ശ്വസിച്ചു. നന്നായിട്ടൊന്ന് അരമണിക്കൂറോളം ഡാൻസൊക്കെ കളിച്ചു. എന്നിട്ട് കുഞ്ഞിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ എന്തോ ആൾക്ക് അബോധാവസ്ഥയിലായി എന്ന് പറയാം. കുഞ്ഞിക്ക് ബോധമില്ല. കുഞ്ഞ് പെട്ടെന്ന് വീണു. എന്നിട്ട് കുഞ്ഞിനെ കിടത്തി ഉമ്മൻ്റെ മടിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ കണ്ണ് തുറക്കുന്നുമില്ല. അപ്പോൾ വല്ലാതെ ആ ഒരു ഫീലിങ്സ് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് എന്ത് സംഭവം സൗണ്ട് കേൾക്കുന്നത് മാത്രമാണ്. കരയുന്നൊരു സൗണ്ട് കേൾക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കി എന്താ സംഭവം എന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് താഴെ കിടത്തിയ ശേഷം ആൾക്കാരൊക്കെ ഇങ്ങനെ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് മൂഡ് എന്താ പറയുക, എല്ലാവരും കൂടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. എന്നിട്ട് ആൾക്കാരൊക്കെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കുഞ്ഞിക്ക് കാറ്റ് കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടത്തിയ ശേഷം ഞാൻ അക്യുപങ്ക്ചറിൽ ഒരു മിറാക്കിൾ പോയിന്റ് ഉണ്ട്, GV26 എന്ന് പറയുന്നുള്ള ഒരു പോയിന്റ്. ആ പോയിന്റ് എന്ന് പറയുന്നുള്ളത് മൂക്കിൻ്റെയും നമ്മളുടെ ഇതിൻ്റെയും താഴെയായിട്ട് സെൻട്രലായിട്ട് ലിപ്പിൻ്റെയും മൂക്കിൻ്റെയും ഇടയിലായിട്ട് വരുന്നൊരു പോയിൻ്റാണ് ഇവിടെയാണ് DU26 അഥവാ GV26 എന്ന് പറയും. ഈ ഒരു പോയിന്റിൽ നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രഷർ ചെയ്ത് കൊടുത്തപ്പോൾ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടി ബോധാവസ്ഥയിൽ നിന്നും ബോധം വന്നു എന്നുള്ളതാണ്. പിന്നെ കാലിൻ്റെ അടിയിൽ എല്ലാവരും കാലിനെ ഒന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക, കൈയിനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കും, അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഞാൻ എല്ലാവരും കാലിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്തൊന്ന് പ്രഷർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു കാലിൽ ഇങ്ങനെ മസാജ് ചെയ്യേണ്ട, ഈ ഒരു ഭാഗമുണ്ട് ആ ഒരു പോയിന്റിലൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കാണ്. ഞാൻ പോയിന്റ് പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരെ കൊണ്ട് ഞാൻ പ്രഷർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും കൂടി പ്രഷർ ചെയ്ത് കൊടുത്ത ശേഷം അവരോട് പ്രഷർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ലിപ്പിൻ്റെ അപ്പർ ലിപ്പിൻ്റെ മുകളിലായിട്ടുള്ള ഈ ഒരു പോയിന്റിലാണ് ഞാൻ പ്രഷർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. ഇത് എമർജൻസി പോയിന്റാണ്. നമ്മൾക്ക് ആദ്യമായിട്ട് അക്യുപങ്ക്ചർ പഠിപ്പിക്കുമ്പോൾ മെയിനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രഷർ പോയിന്റിൽ പ്രഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ച ആൾക്കാരൊക്കെ അബോധാവസ്ഥയിലുണ്ടെങ്കിൽ ബോധം വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണിത്. അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് പ്രഷർ ചെയ്ത് കൊടുത്തു. കുട്ടി നല്ല ബോധം വന്നു. കുട്ടി കിടന്നിട്ടുണ്ടായിരുന്ന കുട്ടി ഇരുന്ന ശേഷം എല്ലാവർക്കും ഒരു ആശ്വാസമായി. എന്നിട്ട് കുഞ്ഞിനോട് കിടന്നോന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞ് എണീറ്റ് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ എണീക്കാൻ വിട്ടില്ല. ഡ്രസ്സൊക്കെ മാറ്റാൻ സമ്മതിച്ചില്ല. എന്നിട്ട് കുട്ടിയെ അവിടെ തന്നെ കിടത്തിയ ശേഷം എന്ത് ചെയ്യുക, ആളെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് വിട്ടോന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് വെള്ളം കുടിച്ച ശേഷം കുഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു 11 മണിയാവുന്ന സമയത്ത്
11 മണി വരെ കിടന്നുറങ്ങി. ഉമ്മ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. നന്നായി കിടന്നുറങ്ങട്ടെ. തലേ ദിവസം ഒന്നും കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലേറ്റ് ആയിരുന്നു. 2-2:30 മണിയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ലല്ലോ, വരൂലല്ലോ കുട്ടികൾ. എല്ലാവരും ഒന്നിച്ച് തന്നെ കളിക്കാനും ആ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു മൊമെൻറ്റിലായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് കുട്ടി രാത്രിയിൽ ഉറങ്ങാത്തത് കൊണ്ടും ഇത് ശ്വസിച്ചത് കൊണ്ടും ആകെ കുഞ്ഞ് ടയർഡായി. നന്നായിട്ട് ഡാൻസ് കളിച്ചു. എല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ എല്ലാവരും കളിക്കുമല്ലോ ആ ഒരു മൊമെൻറ്റിൽ. അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയിൽ എന്തായാലും ഒരു ദുഃഖം ഉണ്ടാവുമെന്ന് നോർമലി പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംഭവം കുറച്ച് സമയത്തേക്ക്, ഒരു അരമണിക്കൂർ സമയത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്നുള്ളതാണ്. കുട്ടി അപ്പോൾ തന്നെ ഉണർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അബോധാവസ്ഥയിൽ നിന്നും ബോധം വന്നതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായ മിനിഞ്ഞാന്ന് അടുത്തിട്ടുണ്ടായ മിറാക്കിൾ എന്ന് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അക്യുപ്രഷർ പോയിന്റ് എന്ന് പറയുന്നത്, അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ അത്രത്തോളം മിറാക്കിളായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. അപ്പോൾ അക്യുപ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് കൊണ്ട് പ്രഷർ ചെയ്യുന്നത്. അക്യുപങ്ക്ചറിൻ്റെ ഒരു മെരീഡിയൻ ചാനലിൽ പോയിൻറ്റ്സുകളുണ്ട്. ആ പോയിൻറ്റ്സിൽ പ്രഷർ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രഷർ രീതി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പല രീതിയിലുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പലരും അനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും മാറ്റം വരാത്തവരാണ് അവസാന സമയത്താണ് നമ്മളുടെ അടുത്ത് വരുന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ക്യൂർ ആവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഇപ്പം നിങ്ങൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ലൈഫിൽ മാറാത്ത ഒരു കാര്യത്തിൻ്റെ അടുത്തേക്കായിരിക്കും നമ്മൾ ലാസ്റ്റ് ഈ ഒരു ചികിത്സയും കൂടി ചികിത്സിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത് അടുത്ത് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ക്യൂർ ആവണം എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യാതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഈ ഞാൻ പറയുന്ന പ്രഷർ പോയിന്റുകളൊക്കെ പ്രഷർ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കൺസൾട്ടിങ് ഫ്രീ ആയി ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്ന് സംസാരിക്കാവുന്നതാണ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടിപ്സും കാര്യങ്ങളും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു. ബൈ.